ഇപ്പം ലൈവിൽ അനുമോൾക്കെതിരെ വീട്ടുകാരെല്ലാവരും കൂടി വഴക്കിട്ട് ചെന്നപ്പം അനീഷിന് അത് ഇഷ്ടപ്പെട്ടില്ല. അനീഷ് അനുമോളെയും വിളിച്ച് ഗാർഡൻ ഏരിയയിൽ പോയിരുന്ന് സംസാരിക്കും. അപ്പം ഷാനവാസ് അനീഷിനെതിരെ സംസാരിക്കാൻ തുടങ്ങി. പെങ്ങളുകുട്ടിമാർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നീ എന്തിനാണ് ഇവളെ കുടയിൽ കയറ്റി കൊണ്ടുവരുന്നത്, അത് പാത്രം കഴിയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒരുപാട് മോശമായിട്ടൊക്കെ അനുമോള ഷാനവാസ് പറയുന്നുണ്ട്. അനീഷിനെയും പറയുന്നുണ്ട്, തനിക്ക് മര്യാദയില്ലേ, താൻ പിന്നെ തെറ്റിൻ്റെ കൂടാണ് നിൽക്കുന്നത്. പക്ഷേ അനുമോളുടെ ഭാഗത്തല്ല തെറ്റ് അവരുടെ ഭാഗത്താണ്. പക്ഷേ ഷാനവാസ് ന്യായീകരിക്കുന്ന പെങ്ങളുകുട്ടിക്ക് വേണ്ടിയാണ്. അപ്പം അനീഷ് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇവർക്കാർക്കും ഇഷ്ടമല്ലാത്ത. പക്ഷേ ഷാനവാസിന് പെങ്ങളുകുട്ടിമാരെ സപ്പോർട്ട് ചെയ്യാം. പക്ഷെ അനീഷ് അതൊന്നും ചോദിക്കുന്നില്ല. അനീഷ് ഒന്നും പ്രതികരിക്കാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം നൂറ പറയടോ, തനിക്ക് നാക്കില്ലേ, നാക്കിറങ്ങിപ്പോയോ, താൻ നേരത്തെ ഇവർക്ക് വേണ്ടി കിടന്ന് കുരച്ചല്ലോ, ഇനി ഇപ്പം എന്താണ് തനിക്ക് മിണ്ടാത്തത്, തൻ്റെ നാക്ക് എങ്ങോട്ട് പോയി എന്നൊക്കെ വളരെ മോശമായിട്ട് തന്നെ അനീഷിനോട് ചോദിക്കുവാണ്. അപ്പം അതുപോലെ തന്നെ ഷാനവാസും അനീഷിന് നേരെ കിച്ചണിലെ പാത്രം കഴിയില്ല. പിന്നെ മുമ്പ് ക്യാപ്റ്റനായിരുന്നപ്പം ഷാനവാസ് ക്യാപ്റ്റനായിരുന്നപ്പം ആ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അനുമോളാണ്. എല്ലാ പ്രശ്നത്തിൻ്റെ കാരണക്കാരി അനുമോളാണെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും മണിക്കൂറോളം ഒറ്റക്ക് നിന്ന് ഫുഡ് വെച്ച് കൊടുക്കും. പാത്രം കഴുകേണ്ടവർ കഴുകിയില്ലെങ്കിലും അനുമോൾ കഴുകിയിട്ടാണ് അത് കുക്ക് ചെയ്യുന്നത്. അതൊന്നും ആരും പറയുന്നില്ല. പ്രശ്നം വന്നപ്പോഴത്തേക്കും എല്ലാവരും ഒരു സൈഡും, അനീഷ് മാത്രം അനുമോൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അനീഷും ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.